ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചപ്പാത്തിയാണ്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ പൊടി കുഴക്കുകയോ പരത്തോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലിക്വിഡ് ഡഫ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. മടിയുള്ള ചപ്പാത്തി പരത്താനും കുഴക്കാനെല്ലാം മടിയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ സെയിം കപ്പിന് 1 കപ്പ് ഞാൻ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൈദപ്പൊടി ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി മാത്രം എടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്നും കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആ മുട്ട ആ ഒരു പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കണ്ടു കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മാവ് ശരിക്കും നല്ല ലൂസും ആയി പോകാൻ പാടില്ല, അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല. ഇത് രണ്ടും സംഭവിച്ചാൽ നമുക്ക് ചപ്പാത്തിൻ്റെ രൂപത്തിൽ ഇത് കിട്ടൂല, ദോശേൻ്റെ രൂപത്തിലാണ് കിട്ടുക. അതായത് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ല, ആ ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അധികം ലൂസായി പോകാണ്ടും ടൈറ്റായി പോകാത്ത രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ആ ഒരു രൂപത്തിൽ തന്നെ ഇത് കലക്കിയെടുക്കണം. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കലക്കിയെടുക്കുന്ന മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോഴും കുറച്ചൊരു ടൈറ്റ് പോലെയാണ് ഉള്ളത്. നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാവും. നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ അതങ്ങനെ അടിച്ചെടുക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലായിരിക്കണം. എല്ലാന്നാണെങ്കിൽ ഒന്നെങ്കിൽ അത് ടൈറ്റായി പോകും, അല്ലെങ്കിൽ ലൂസായി പോകും. ആ ഒരു രീതിക്കാവും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളതായ രീതിയിൽ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിനെക്കൊണ്ട് എങ്ങനെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാന് കുറച്ച് നന്നായിട്ട് തന്നെ ചൂടാകുന്ന സമയത്ത് നമ്മൾ 1 തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കാൻ പാടില്ല, 1 തവി മാവ് മാത്രം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് ഇത് ചുറ്റി കൊടുക്കാനൊന്നും പാടില്ല, അതായത് ദോശ പോലെ ചെയ്തെടുക്കാനൊന്നും പാടില്ല. ജസ്റ്റ് നമ്മൾ ഈ പാനിനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈവണായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മാവ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് ചപ്പാത്തി പോലെ നല്ല ഇങ്ങനെ പൊങ്ങി കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒന്ന് ഡ്രൈ ആകുന്ന സമയത്താണ് നമ്മളിത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അതായത് ജസ്റ്റ് ഒരു കളറൊന്നും ചേഞ്ച് ആയി വരും, കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്, സൈഡിൽ നിന്ന് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആകുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഈ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഈ പാനിൽ തന്നെ ഒന്ന് വെക്കുക. ആ ഒരു സമയത്ത് ഇതിൻ്റെ മേലെ ചെറിയ കുമിളകൾ വരുന്ന പോലെ കാണും. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും തിരിച്ചിടണം. അപ്പോൾ ഇങ്ങനെയെല്ലാം തിരിച്ചിട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് ശരിക്കും ചപ്പാത്തീൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുക. എല്ലാന്നാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് ദോശ പോലെയാണ് കിട്ടുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചപ്പാത്തി തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇത് ഏകദേശം കുമിളകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടകം വെച്ച് ചെയ്യുന്നതിൽ നല്ലത് ഇതേപോലെയുള്ള ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാം ഒന്ന് തൊട്ട് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം എല്ലാം ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. നമ്മൾ തവി വെച്ചിട്ടെല്ലാം ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ചിട്ട് തൊട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലോണം പൊങ്ങി തന്നെ കിട്ടും നമുക്ക്. ആ സമയത്ത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇത് റെഡിയായി. ഈ 2 ഭാഗവും ഒന്ന് പൊങ്ങി കിട്ടണം. നിങ്ങൾക്ക് കാണാമല്ലോ ഇതിങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. ഇതിനി ഇപ്പോൾ 2 ഭാഗവും ഞാൻ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചുട്ടെടുക്കണം. അതായത് പാനിലേക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് പാനൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേൽഭാഗം ഒന്ന് കളറ് ചേഞ്ച് ആകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 മിനിറ്റ് നേരം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു കോട്ടൻ്റെ തുണിയോ ടിഷ്യോ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് തൊട്ട് കൊടുക്കുക. ആ സമയത്ത് വീണ്ടും എല്ലാ ഭാഗവും ഒന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണും. ആ സമയം വീണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗവും കൂടി ഒന്ന് പൊങ്ങി വന്നാൽ നമ്മളിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം നമുക്ക്.
അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണിത്. എത്ര നേരം വെച്ചാലും ഈ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക എന്നാണെങ്കിൽ ആ ചപ്പാത്തിൻ്റെ അതേ ടെക്സ്ചറിൽ നിങ്ങൾക്ക് കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചപ്പാത്തിയാണ് കേട്ടോ ഇത്. കാരണം നമുക്ക് ഈ മാവ് പരത്തേണ്ടതും കുഴക്കേണ്ടതും എല്ലാം മടിയുള്ളവരായിരിക്കും ചില സമയത്ത് രാവിലെ എണീച്ചാൽ. അപ്പോൾ രാവിലെ ആയാലും അതേപോലെ തന്നെ രാത്രി ഡിന്നറിനായാലും ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും, നല്ലോണം പൊങ്ങി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.